ശംശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യനെ പറ്റി നാം ഇന്നലെ മനസ്സിലാക്കി. ജീവന്റെ സംരക്ഷണം നാം ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ജീവന്റെ സംരക്ഷണവുമായി ചേർന്ന് നിൽക്കുന്ന പ്രോ ലൈഫ് എന്താണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. ജീവനെ അതിൻ്റെ ആരംഭഘട്ടം മുതൽ അവസാനം വരെ സംരക്ഷിക്കുക എന്നതാണ് പ്രോ ലൈഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അബോർഷൻ, ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ്, ട്രാൻസ്ഹ്യൂമനിസം, ട്രാൻസ്ജെൻഡറിസം, ഹോമോസെക്ഷുവാലിറ്റി, യൂത്തനേഷ്യ തുടങ്ങി നിരവധി കാര്യങ്ങൾ പ്രോ ലൈഫിന്റെ പരിധിയിൽപ്പെടുന്നു. മനുഷ്യജീവന്റെ പവിത്രത, ജീവന്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള കത്തോലിക്ക വീക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ്. ജീവന് ഒരു ശാരീരിക പ്രക്രിയ എന്നതിനുമപ്പുറം മൂല്യമുണ്ട്. ജീവൻ ഏത് രൂപത്തിലും ഭാവത്തിലും ഉള്ളതാണെങ്കിലും അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ആദരപൂർവ്വം സമീപിക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നു. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മാഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രത്യുത ഒരു ആളാണ്. സ്വയം അറിയാനും സ്വയം ഉൾക്കൊള്ളാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യാനും ഇതര വ്യക്തികളുമായി സംസർഗത്തിൽ ഏർപ്പെടാനും കഴിവുള്ളവനാണ് മനുഷ്യൻ. ഈ ശ്രേഷ്ഠതയും വ്യക്തതയും നൽകി അവൻ സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടാവിനെ അറിയാനും സ്നേഹിക്കാനുമാണ്. മനുഷ്യന് അവൻ്റെ ജീവന്റെ മേലുള്ളത് ഉടമസ്ഥാവകാശം മാത്രമാണ്. അബോർഷൻ, ഒരു ഭ്രൂണം തുടക്കം മുതലേ ഒരു മനുഷ്യ വ്യക്തിയാണ് എന്നതിനാൽ തന്നെ ഭ്രൂണഹത്യ ഒരു കൊലപാതകം തന്നെയാണ്. സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് ഗർഭഛിദ്രം ദൈവപ്രമാണത്തിന്റെ ലംഘനവും വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധം എന്ന നിലയിൽ സ്വാഭാവിക നിയമത്തിന്റെ നാച്ചുറൽ ലോയുടെ ലംഘനവുമാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പയും ജോൺ 23-ാമൻ പാപ്പ മാത്തേർ എത് മജിസ്ത്ര എന്ന ലേഖനത്തിലും ഗർഭഛിദ്രത്തിന്റെ അധാർമികതയെക്കുറിച്ചും ജീവന്റെ പവിത്രതയെക്കുറിച്ചും പറയുന്നുണ്ട്. സഭയുടെ ആദ്യകാല പഠനങ്ങളും ശാസ്ത്രീയ നിഗമനങ്ങളും അനുസരിച്ച് ഗർഭധാരണം മുതൽ ഭ്രൂണം ഒരു മനുഷ്യവ്യക്തിയാണ്. എവഞ്ചേലിയം വിത്തേയിലും വിശ്വാസ തിരുസംഘത്തിന്റെ മാർഗരേഖയായ ഡോണും വിത്തേയിലും ഭ്രൂണത്തിന്റെ ഗർഭാശയത്തിലുള്ള നിക്ഷേപത്തിന് ശേഷമല്ല, മറിച്ച് ബീജസങ്കലനം മുതൽ തന്നെ ഭ്രൂണത്തെ നശിപ്പിക്കുന്നത് അധാർമികമാണെന്ന് പറയുന്നുണ്ട്. പാശ്ചാത്യ പൗരസ്ത്യ കാനോൻ നിയമ സംഹിതകളായ CIC-യും CCEO-യും ഗർഭഛിദ്രം നടത്തുകയോ അതിന് ബോധപൂർവം ഒരാളെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക അഥവാ പൂർണ്ണമായി സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. ഈ പാപത്തിൽ നിന്ന് മോചനം നൽകാനുള്ള അധികാരം മെത്രാന് മാത്രമാണ് ഉള്ളത്. വിശ്വാസ തിരുസംഘത്തിന്റെ ദയാവധത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം അനുസരിച്ച് ഒരു രോഗിയുടെ എല്ലാ സഹനങ്ങളും അവസാനിപ്പിക്കുന്നതിനായി അതിൽ തന്നെയോ അതിൻ്റെ ഉദ്ദേശ്യമായോ മരണം സാധ്യമാകുന്ന പ്രവൃത്തികളുടെ ഉപേക്ഷയോ ആണ് ദയാവധം എന്ന് പറയുന്നത്. സഹനം ഒഴിവാക്കുന്നതിനായി മനഃപൂർവ്വം ഒരു പ്രവൃത്തിയിലൂടെയോ ഒരു പ്രവൃത്തിയുടെ ഉപേക്ഷയിലൂടെയോ ഒരാളെ കൊല്ലുന്നതിലാണ് ദയാവധത്തിന്റെ കാതൽ അടങ്ങിയിരിക്കുന്നത്. അതിനാൽ ദയാവധം പ്രത്യക്ഷമായ ഉദ്ദേശത്തോടുകൂടിയുള്ള കൊലപാതകമാണ്. ഇത് മനുഷ്യജീവന്റെ അലംഘനീയത എന്ന തത്വത്തിനെതിരും സ്വാഭാവിക നിയമത്തിന്റെ ലംഘനവും കൂടെയാണ്. കാരണം ജീവൻ ഏതവസ്ഥയിലും പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ജോൺ പോൾ 2-ാമൻ പാപ്പ ജീവന്റെ സുവിശേഷത്തിൽ സ്വാഭാവിക നിയമത്തിന്റെയും ദൈവവചനത്തിന്റെയും സഭയുടെ പഠനങ്ങളുടെയും വെളിച്ചത്തിൽ ദയാവധം മനഃപൂർവ്വവും ന്യായീകരിക്കാനാവാത്തതുമായ കൊലപാതകമാണെന്ന് പ്രഖ്യാപിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള ദയാവധവും ഡോക്ടറുടെ സഹായത്തോടുകൂടിയുള്ള ആത്മഹത്യയും ധാർമ്മികമായി ഗൗരവമായ തിന്മയാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ആത്മഹത്യ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടുന്നതിനായി മരണത്തെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നതിനെയാണ് ആത്മഹത്യ എന്ന് നിർവചിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. പലപ്പോഴും ആത്മഹത്യ മരിക്കാനുള്ള ഒരാഗ്രഹം എന്നതിനേക്കാൾ സഹായത്തിനു വേണ്ടിയുള്ള കരച്ചിലായിരിക്കും. ഈ അടുത്ത കാലത്തായി ഡിപ്രഷനും ടെൻഷനും മറ്റും കാരണം ആത്മഹത്യ ചെയ്ത നിരവധി കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പലതും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ പരസ്പരം കൂടിയിരുന്നൊന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനൊരു തുറവേയില്ലായ്മയും ഉള്ളിലുള്ള ഒരു ഭയവും മറ്റുമാണ് അവരെ തുറന്നൊന്ന് സംസാരിക്കുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തിയിട്ടുണ്ടാവുക. നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് പരിശ്രമിക്കാം. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് നല്ലൊരു കമ്പാനിയൻ ആവാനും നമുക്ക് പരിശ്രമിക്കാം. മദ്യപാനം, ഡ്രഗ് അബ്യൂസ്, പോണോഗ്രഫി മുതലായവ മനുഷ്യജീവനെ പരോക്ഷമായി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.
മദ്യപാനാസക്തിയും ലഹരിയുടെ ഉപയോഗവും മനുഷ്യന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും എന്നുള്ളതിനാൽ തന്നെ വളരെ ഗൗരവമായി കാണേണ്ട ഒന്ന് തന്നെയാണ്. മദ്യപാനത്തെക്കാളും ലഹരിയുടെ ഉപയോഗത്തെക്കാളും മനുഷ്യബുദ്ധിയെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് പോണോഗ്രഫി. വിവിധങ്ങളായ മുറിന്യായങ്ങൾ പോൺ കാണുന്നതിനായി പല യുവജനങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനുഷ്യ ശരീരം ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്നും അത് ദൈവം വസിക്കുന്ന ആലയമാണെന്നും നാം ഇന്നലെ കണ്ടു മനസ്സിലാക്കിയതാണല്ലോ. അതിനാൽ തന്നെ പോണോഗ്രഫിയിലൂടെ മനുഷ്യ ശരീരത്തെ മ്ലേച്ഛമായി ചിത്രീകരിക്കുന്നതും ആ ചിത്രീകരണം കണ്ട് ആസ്വദിക്കുന്നതും വളരെ ഗൗരവമേറിയ തെറ്റ് തന്നെയാണ്. പോൺ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ ഗൗരവമായി തന്നെ നാം നോക്കിക്കാണേണ്ടതുണ്ട്. നിരന്തരമായി പോൺ കാണുന്ന വ്യക്തികൾക്ക് തൻ്റെ ജീവിത പങ്കാളിയുമായി നിരന്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും കോട്ടം സൃഷ്ടിക്കാനും കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കാനും കഴിവുള്ള പോണോഗ്രഫി വെറുത്ത് ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു തിന്മ തന്നെയാണ്. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ദൈവം വസിക്കുന്ന ആലയമാണ് എന്നതിനാൽ തന്നെ ആ ഒരു ഡിഗ്നിറ്റിയോട് കൂടെ തന്നെ അവരെ നോക്കിക്കാണാനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം ദാനമായി നൽകുന്ന മക്കളെ സ്വീകരിച്ച് അവിടുത്തെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വിളിക്കുകയും ചെയ്തു എന്ന് നാം ഇന്നലെ കണ്ടു മനസ്സിലാക്കിയതാണല്ലോ. ഈ ഒരു ദൈവിക പദ്ധതിക്കെതിരെ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ലോകത്തിൽ ഐഡന്റിറ്റി ക്രൈസിസ് അഥവാ സ്വത്വ പ്രതിസന്ധി മൂലം കടന്നു വന്നിരിക്കുന്ന ട്രാൻസ്ജെൻഡറിസം, ഹോമോസെക്ഷുവാലിറ്റി മുതലായ കാര്യങ്ങൾ. ഇത്തരം വ്യക്തികളെ വളരെ അനുകമ്പാപൂർവം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. സാധിക്കുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും അവർക്ക് ആവശ്യമായ ഗൈഡൻസും കൗൺസിലിങ്ങും മറ്റും നൽകി അവരുടെ യഥാർത്ഥ സ്വത്വം തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്നതിന് നാം ഏവരും കടപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും മരണസംസ്കാരം നിറഞ്ഞ ഈ ലോകം വെച്ച് നീട്ടുന്ന നുണകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ളവരാണ് അവർ. നമുക്ക് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാം. നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ജീവിക്കുക, അതായത് ഒരു സസ്റ്റൈനബിൾ ലിവിങ്ങും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രോ ലൈഫിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ജീവനെ അതിൻ്റെ ഉത്ഭവ നിമിഷം മുതൽ മരണം വരെ സംരക്ഷിക്കും എന്നൊരു പ്രതിജ്ഞ നമുക്കെടുക്കാം. നമുക്കും ജീവന്റെ വാക്താക്കളാകാം. ജീവനെതിരെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ബൈസന്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട റൂമേനിയൻ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിബ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ പുൽക്കൂട്.